ഹലോ ഫ്രണ്ട്സ്, മൈ യൂട്യൂബ് ചാനൽ ശാന്തിനി കിച്ചണിലേക്ക് സ്വാഗതം. ഇത് കൂണാണ് കേട്ടോ. ഞാൻ വീട്ടിൽ കൃഷി ചെയ്തുണ്ടാക്കിയതാണ് കൂണ്. ഉണ്ട്, നല്ല രസമുണ്ട്. കൂണ് ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കണ കാണാനായിട്ട് വീട്ടിലുണ്ടാക്കിയതാണ്. ഇവിടെ കൃഷി ചെയ്തതാണ് ഞാൻ. അപ്പോൾ എനിക്ക് ഇതുപോലത്തെ 3 പൂവ് കിട്ടി. അപ്പം ഞാൻ ഇതുകൊണ്ട് ഒരു വജ്ജി ഉണ്ടാക്കാമെന്ന് വെച്ച്. ഇത് മൊത്തമല്ല, ഒരു കഷ്ണം, ഇതുപോലത്തെ ഒരു കഷ്ണം എടുത്തിട്ടുണ്ട് ഞാൻ. അത് കഴുകി ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. ഇതുണ്ട, ഇത് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കഴുകി അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. ഇത് വജ്ജി ഉണ്ടാക്കാം നമുക്ക് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ 2 ടീസ്പൂൺ കടലമാവും ഇത്തിരി റവയും മൈദയും മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, കുരുമുളക് പൊടി എല്ലാം കൂടി ഇട്ട് വെച്ചിട്ടുണ്ട്. നമുക്കൊന്നൊന്ന് കലക്കിയെടുക്കാം കേട്ടോ. ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കണേ. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇതൊന്ന് കലക്കിയെടുക്കാം നമുക്ക്. നല്ലോണം കലക്കിയെടുത്തിട്ട് നമുക്ക് വജ്ജി ഉണ്ടാക്കാം കേട്ടോ. നമുക്ക് ആദ്യമായിട്ട് ഞാൻ കൂണ് വജ്ജി ഉണ്ടാക്കുന്നതാണ്. ഉണ്ടാക്കി നോക്കാം എങ്ങനെയാണ് ടേസ്റ്റ് ഒന്നും എനിക്കറിയില്ല. ആദ്യമായിട്ട് ഞാൻ കൃഷി ചെയ്തതുമാണ്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഇത് നമുക്ക് കലക്കിയെടുക്കാം കേട്ടോ. നല്ലോണം കലക്കിയെടുക്കാം. ഇത്തിരിയും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വെയിറ്റ് ചെയ്യാം. കലക്കി വന്നിട്ടുണ്ട്. നല്ല കട്ടയായിട്ടെടുക്കണം, തിക്കായിട്ടെടുക്കണം കേട്ടോ. വളരെ കുറച്ച് മാവാണ് എടുത്തേക്കണത് ഞാൻ. അപ്പം എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഞാൻ ആദ്യമായിട്ടാണ് കൂണ് വജ്ജി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് എങ്ങനെ ഇരിക്കുമെന്ന് അറിയില്ല. നമുക്ക് കുറച്ചുണ്ടാക്കി നോക്കാം. ടേസ്റ്റ് ഉണ്ടെന്നാണ് എല്ലാവരും പറയുന്നത്. നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. ഉപ്പുണ്ട്, കയ്യിൽ മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഇത്രയും കലക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് ചൂടായിക്കോട്ടെ. എണ്ണ അതിൻ്റെ കൂടെ ഒഴിച്ച് കൊടുക്കാം നമുക്ക്. കുറച്ചും കൂടി ഒഴിച്ചു കൊടുത്തേക്കാം. കുറച്ച് എണ്ണ ഒഴിക്കുന്നുള്ളൂ. സാൻഡ്വിച്ച് ഓയിലാണിത്. നമുക്ക് ഇതുകൊണ്ട് വറുത്ത് നോക്കാം കേട്ടോ. അപ്പം എല്ലാവരും ചായക്ക് കടിയായിട്ട് ഇതൊന്ന് വറുത്ത് നമുക്ക് കഴിക്കാം. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരെനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. എണ്ണ ചൂടായിക്കോട്ടെ. എണ്ണ നല്ലോണം ചൂടാകണം. ഒന്ന് വെയിറ്റ് ചെയ്യാം. എണ്ണ ചൂടായിക്കോട്ടെ കേട്ടോ. എണ്ണ ചൂടായി വരുന്നുണ്ട്. നമുക്കിത് ചൂടായി വന്നിട്ട് നല്ലോണം ചൂടാകണം. എന്നാലേ ഇട്ട് കൊടുത്താൽ വേഗം മുരിഞ്ഞ് കിട്ടുള്ളൂ. അതിങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല പൂ പോലെ വിടർന്നിരിക്കും ഈ സാധനം. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അത് ഒറിജിനൽ ഇവിടെയൊക്കെ ഉണ്ട്. ഇതുണ്ട്, ഇതൊത്തിരി ഉണ്ടായി ശകരം. ഇങ്ങനെ പൂ പോലെ കുട പോലെ ഇങ്ങനെ വന്ന് നിൽക്കുമായിരുന്നു. നല്ല ഭംഗിയായിരുന്നു. അപ്പോൾ ഇത് ഞാൻ എടുത്തിട്ട് ഇന്നലെ ഞാൻ കറി വെച്ചു കുറച്ച്. ഇന്നിപ്പം ഞാൻ വജ്ജി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പം എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിത് ഇട്ട് കൊടുക്കാം കേട്ടോ.
2-3 ഇടാനേ പറ്റുള്ളൂ. ചെറുതാക്കിയാൽ ഇത്തിരിയും കൂടി ഇടായിരുന്നു. ഞാനിപ്പം ഇത്തിരി വലുതാണ്. നമുക്ക് ഇന്നലെ ഞാൻ തീയലുണ്ടാക്കിയതുകൊണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്ന് ബീഫ് കറി വെക്കുന്ന പോലെ ഇരുന്ന് വെച്ച് തീയലുണ്ടാക്കിയിട്ട് ഇത്രയും മതി. ഇത് മുരിയട്ടെ. നല്ലോണം മൊരിയണം. അപ്പോൾ മൊരിയാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. മൊരിയട്ടെ. 2 ദിവസവും മൊരിയണം നല്ലോണം. തീ നല്ലോണം തന്നെ കത്തണം, അല്ലെങ്കിൽ വളവളാന്നായി പോകും. കൂണാണ് ഇട്ടത്, വേറെ പഴംപൊരിയൊന്നുമില്ല. കൂൺ ചിപ്പിക്കൂണാണിത്, ചിപ്പിക്കൂൺ. ഒന്നും കൂടി മൊരിഞ്ഞോട്ടെ, എന്നിട്ട് നമുക്ക് കോരിയെടുക്കാം. കുറച്ച് വെയിറ്റ് ചെയ്യാൻ വേണമെങ്കിൽ. ഇപ്പം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് ഈ പാത്രത്തിലേക്ക് കോരിയെടുക്കാം. അടുത്തത് ഇട്ട് കൊടുക്കാം കേട്ടോ. അടുത്ത് ലൂസാക്കട്ടെ കേട്ടോ. ഭയങ്കര തിക്കായിപ്പോയി. അതൊന്ന് കട്ടി കേട്ടോ, ഭയങ്കര വലുതായിട്ട്. ഇട്ട് കൊടുക്കുക അതിലേക്ക്. നല്ല എണ്ണം കത്തുന്നുണ്ട്. അപ്പം നല്ല വേഗമായിട്ട് റെഡിയാവും. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഒന്ന് മുരിയട്ടെ. ഒരു വശം മുരിഞ്ഞിട്ടുണ്ട്. നമുക്ക് അടുത്തതും കൂടി, മറുപുറവും കൂടി മറിച്ചിട്ട് കൊടുക്കാം.
കോരിയെടുക്കാം കേട്ടോ. ഇതിൽ അടി പിടിച്ചങ്ങനെയൊക്കെ ഒന്ന് മാറ്റിക്കളയട്ടെ, ഒന്ന് വെയിറ്റ് ചെയ്യാം. നമുക്ക് 2-3 എണ്ണം കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത്രയും മാവുള്ളൂ. ചെറുതാക്കി കൊടുക്കാം. വെയിറ്റ് ചെയ്യാം, മറിച്ചിടാം. അപ്പം അടുത്തതും കൂടി കോരി കൊടുക്കാം. സ്റ്റവ് ഓഫ് ആക്കുവാണ്. മാറ്റി വയ്ക്കാം സ്റ്റവ്. അപ്പം നമ്മുടെ ചിപ്പിക്കൂണ് വറുത്തത് കണ്ടല്ലോ, നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇങ്ങനെ ഇല പോലെയാണ് ഇരിക്കുന്നത്, എന്താ നല്ല ഭംഗിയുണ്ട്. ചൂടാണ്, ഒന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട്. ചൂടാറട്ടെ, അല്ലാണ്ട് ഒരു രക്ഷയില്ല, ഭയങ്കര ചൂടാ. കൊള്ളാട്ടോ, അടിപൊളി, നല്ല ടേസ്റ്റാണ് ഈ ചിപ്പിക്കൂണിന്. കണ്ടല്ലോ ചിപ്പിക്കൂണ്, അതുകൊണ്ട് ഒരു ബജ്ജി ഉണ്ടാക്കിയതാണ് ഞാൻ. അപ്പം എല്ലാവരും ചിപ്പിക്കൂണുണ്ടെങ്കിൽ, കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാവരും ബജ്ജി ഉണ്ടാക്കി കഴിക്കുക. അപ്പം അടുത്ത വീഡിയോ വരേക്കും ബൈ.